ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ജനറൽ പേപ്പറിൻ്റെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിവിഷനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജനറൽ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണെന്നും നമുക്കത് ഇഗ്നോർ ചെയ്ത് നമുക്ക് ഈ നെറ്റോ JRF അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ സ്പെസിഫിക്കലി നമ്മളതിൻ്റെ കോർ ക്വസ്റ്റ്യൻസ് ആയ 5 ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മളിന്ന് അനലൈസ് ചെയ്യുകയാണ്. അനലൈസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് കൺസെപ്റ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഊറ്റിയെടുക്കാൻ പറ്റുന്ന അത്രയും കൺസെപ്റ്റ്സ് നമ്മൾ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എല്ലാ തരത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനറൽ പേപ്പർ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് ഒട്ടും താമസിക്കാതെ പോവാണ്. ഐ അഡ്മിറ്റ് ദറ്റ് there are people for whom even the existence of God is big question. My answer that I do not address them, but that I presuppose a minimum reason in my readers. ഐഡൻറ്റിഫൈ ദ ഇൻഫോർമൽ ഫാലസി കമ്മിറ്റഡ് ഇൻ ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് ഒരു ടോപ്പിക്കാണ് ഫാലസി എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ഫാലസീസ് നമുക്കുണ്ട്. അതിലൊരു 18 ഫാലസീസ് സ്പെസിഫിക്കലി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലേത് ഫാലസിയാണ് ഇതിൽ കമ്മിറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്: 1 സ്ലിപ്പറി സ്ലോപ്പ്, 2 ബെഗിങ് ദ ക്വസ്റ്റ്യൻ, 3 സ്ട്രോമാൻ, 4 കോംപ്ലക്സ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ 4 ഫാലസിയും എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ്, ആ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് ആ കൺസെപ്റ്റിനെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് that there are people for whom even the existence of God is a big question. My answer to that, I do not address them, but that I presuppose minimum reason is my address. അതായത് ഇവിടെ ചോദിക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് പോലും ഒരു ചോദ്യമായി ആളുകളുടെ ഇടയിൽ, ചില ആളുകളുടെ ഇടയിലുണ്ട് എന്ന് തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് സ്പീക്കർ സമ്മതിക്കുന്നു. പക്ഷെ അതിന് അയാൾ പറയുന്ന ഉത്തരം അവരെ അഡ്രസ്സ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ അതൊരു കാരണമാകുന്നുള്ളൂ എന്നുള്ള ഒരു പ്രീസപ്പോസ്ഡ് റീസണാണ് പുള്ളി അതിനകത്ത് പറയുന്നത്, ആ സ്പീക്കർ അതിനകത്ത് പറയുന്നത്. അങ്ങനെ ഒരു പ്രീസപ്പോസ്ഡ് റീസൺ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ഇല്ല, അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്നൊരു റീസൺ ഇല്ലാതെ പറയുന്നതിനാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാനൊരു റീസൺ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ വഴിതിരിച്ചു വിടുന്നൊരു പരിപാടിയാണ് ഇത് സ്ട്രോമൻ ഫാലസി. അപ്പോൾ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 1 leads to another എന്നുള്ള കണക്കിന്. ഇപ്പോൾ നമ്മൾ ഒരു ഈവൻറ്റ്, ഒരു അൺഫോർച്ചുനേറ്റ് ഈവൻറ്റ്, ചെയിൻ ഓഫ് അൺഫോർച്ചുനേറ്റ് ഈവൻറ്റ്സിലേക്കും വലിയൊരു അൺഫോർച്ചുനേറ്റ് ഈവൻറ്റ് അവസാനം അറ്റ് ദി എൻഡ് വലിയൊരു അൺഫോർച്ചുനേറ്റ് ഈവൻറ്റിലേക്ക് ലീഡ് ചെയ്യുമെന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഫാലസിയാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമുക്കിപ്പോൾ എന്താ പറയണേ, ഇപ്പോൾ ഒരാൾ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ പേന എടുക്കുന്നില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് ജോലി ഉണ്ടാവുന്നില്ലെങ്കിൽ അയാൾ ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്ഡ് ആയിട്ട് പട്ടിണി ഇരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഒരു ചെയിൻ ഓഫ് റിലേറ്റഡ് നെഗറ്റീവ് ഇവൻറ്റ്സിനെ നമ്മൾ ഇങ്ങനെ ഒരു പേന എടുക്കാത്തതിൽ നിന്നും തുടങ്ങിയാണ് നമ്മൾ പട്ടിണി ഇരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അങ്ങനത്തെ ചെയിൻ ഓഫ് റിലേറ്റഡ് ഇവൻറ്റ്സ് പറഞ്ഞു പോകുന്നതിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊന്നും കാരണമാകണമെന്നില്ല, പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഫാലസി കീപ്പ് ചെയ്യുകയാണ്. 2 ബെഗിങ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചോദ്യത്തെ അന്വേഷിക്കുന്ന കൈൻഡ് ഓഫ് ഇതാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ. സ്ട്രോമൻ നമ്മളിപ്പോൾ പറഞ്ഞു. കോംപ്ലക്സ് ക്വസ്റ്റ്യൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് ആണ്, ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈബിൾ അല്ലെങ്കിൽ അതിനെയാണ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഫാലസി എന്ന് നമ്മൾ പറയുന്നത്. ഏത് തന്നെ ആയാലും നമ്മൾ ഫാലസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 4 തരത്തിലുള്ള ഫാലസി നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. 18 തരം ഫാലസികളെങ്കിലും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഫാലസികൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ടെക്നിക്കാലിറ്റിയെ നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം സ്ട്രോമൻ ഫാലസി ആണെന്ന് മനസ്സിലാക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വിൽ കോൺട്രിബ്യൂട്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ ക്രെഡിബിലിറ്റി? എനിക്ക് 2023 ജൂൺ ഷെഡ്യൂളിൽപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണമാണിത്. ഏതോ ഷെഡ്യൂളിൽ ചോദിച്ചാൽ ജൂൺ ഷെഡ്യൂളിൽ എനിക്ക് തോന്നുന്നു ലോയുടെ ആണോ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആണോ, അതിലേതോ ഒരു സെഷനിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരെണ്ണമാണ് ഇത്. ഓക്കെ, എനിവേസ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ചോദ്യം: അരിസ്റ്റോട്ടലിൻ്റെ കണക്കിൽ ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ ക്രെഡിബിൾ ആകണമെന്ന് കരുതുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ ക്രെഡിബിൾ ആകുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോക്കിയാൽ: 1 പേഴ്സണൽ അപ്പിയറൻസ്, 2 പെക്യൂലിയർ മാനറിസംസ്, 3 ഗുഡ് വിൽ, 4 ട്രസ്റ്റ്വർത്തിനെസ്, 5 വിസ്ഡം. ഉറപ്പായിട്ടും വിസ്ഡം ഒരു ഫാക്ടറായിരിക്കും. വിസ്ഡം ഒരു ഫാക്ടറാണ് ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ ക്രെഡിബിൾ ആകാൻ. വിസ്ഡം ഒരു ഫാക്ടറാണ്. ഈ ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരൊറ്റ ഓപ്ഷനെ നമുക്ക് പിന്നെ എടുക്കാനായിട്ട് പറ്റുള്ളൂ: CDE, അല്ലേ? ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ അപ്പിയറൻസ് അയാളുടെ കമ്മ്യൂണിക്കേഷനെ ക്രെഡിബിൾ ആക്കുന്നില്ല. ഒരിക്കലും ഒരാളുടെ പെക്യുലർ മാനറിസം അയാളുടെ കമ്മ്യൂണിക്കേഷനെ ക്രെഡിബിൾ ആക്കുകയോ അല്ലാതാക്കുകയോ ചെയ്യുന്നില്ല. ഗുഡ് വിൽ ഉറപ്പായിട്ടും ഒരു ഫാക്ടറാണ്. ട്രസ്റ്റ് വർത്തിനെസ് ഉറപ്പായിട്ടും ഒരു ഫാക്ടറാണ്. ഈ ഉള്ളൊരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിന് കൂട്ടത്തിൽ ഗുഡ് വില്ലും ട്രസ്റ്റ് വർത്തിനെസ്സും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഉത്തരം
കണ്ടുപിടിക്കാൻ, ആ ഉത്തരം മനസ്സിലാക്കാൻ ലോജിക്കലി ആലോചിച്ചാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരാളുടെ കമ്മ്യൂണിക്കേഷനെ ഉറപ്പായിട്ടും ക്രെഡിബിൾ ആക്കുന്നതിൽ അയാളുടെ ബിസിനസ്സിന് ഒരു വലിയ പാർട്ടുണ്ട്. അയാളുടെ ട്രസ്റ്റ് വർത്തി ആണെന്നുള്ളതിനൊരു വലിയ ഭാഗമുണ്ട്. അയാളുടെ ഗുഡ് വിന്നിലൊരു വലിയ ഭാഗമുണ്ട്. ഒരിക്കലും അയാളുടെ അപ്പിയറൻസിനോ അയാളുടെ പേഴ്സണലായിട്ടുള്ള ഒരു മാനറിസത്തിനോ അയാളുടെ സംസാരം ട്രസ്റ്റ് വർത്തി ക്രെഡിബിൾ ആക്കാനോ അല്ലാതാക്കാനുള്ള സാധ്യത ഇല്ല. അത് ഇഗ്നോറബിൾ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. പക്ഷേ ഈ 3 ഗുഡ് വില്ല്, ട്രസ്റ്റ് വർത്തിനെസ്, വിസ്ഡം, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല. നിർബന്ധമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അരിസ്റ്റോട്ടൽ പറയുന്നത് പോലെ ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ ക്രെഡിബിൾ ആകാൻ ഈ 3 കാര്യങ്ങൾ കൂടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, ഡി, ഇ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഡൗട്ടിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അടുത്തത് ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് ചോദ്യമാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പമുള്ള ചോദ്യമാണ്. ഒത്തിരി ഡീറ്റെയിൽഡ് ആകാൻ നമുക്ക് ഈ പറഞ്ഞ ഒരു ട്രസ്റ്റിലേക്ക് നമുക്ക് വന്ന് നോക്കിയാൽ, ഡീലർ മാർക്സ് ഗുഡ്സ് 25% above the cost price and then allows 10% of discount on it. What is the price of an article if he gains 50? ഇത്രേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഒരു ബേസിക് ഐഡിയ എടുത്താൽ നമുക്ക് അയാളുടെ പ്രൈസ് എന്നാന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാളുടെ കോസ്റ്റ് പ്രൈസ്, അതായത് അയാൾ വാങ്ങിച്ച പ്രൈസ് 100 എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണേ. 100 നമ്മളങ്ങ് അസ്യൂം ചെയ്യാം. എന്നിട്ട് 2 കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ എന്നതാ, അയാൾ ഒരു 25% പ്രൈസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 100ൻ്റെ 25% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് 125 എത്തി. പക്ഷെ കഴിഞ്ഞില്ല. അയാൾ അത് കഴിഞ്ഞിട്ട് ഒരു 10% ഡിസ്കൗണ്ട് കൂടെ കൊടുക്കും. 10% ഡിസ്കൗണ്ട് കൂടെ കൊടുക്കും. 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ 10% ഡിസ്കൗണ്ട് ഇവിടെ അല്ല 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, ആ കൂട്ടിയ വിലയിൽ 10% ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ എത്രയായി? 112.5 ആ സാധനത്തിൻ്റെ പ്രൈസ്. ഇതൊരു അസംഷൻ മോഡലാണ്. അല്ലെ, നമ്മൾ ഈ പറഞ്ഞൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അയാളുടെ ലാഭം എത്ര മാത്രമാണ്? 100 രൂപയാണ് അയാളുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ അയാൾ 25% വർദ്ധിപ്പിക്കുകയും പിന്നെ 10% ഈ പറഞ്ഞതുപോലെ അയാൾ അതിന് ഡിസ്കൗണ്ട് കൊടുക്കുകയും ചെയ്താൽ അയാളുടെ ലാഭം എന്ന് പറയുന്നത് 100ൽ നിന്ന് 112ലേക്ക് വരുന്ന 12.5% മനസ്സിലാക്കുക. ഓക്കെ, 12.5% ലാഭം കിട്ടും. 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് അയാൾ വാങ്ങിച്ച് ഇങ്ങനെ വിൽക്കുന്നതെങ്കിൽ അയാൾക്ക് 12.5% ലാഭം അല്ലെങ്കിൽ 12.5 രൂപ ലാഭം കിട്ടും. 12% ലാഭമാണെന്ന് മനസ്സിലാക്കുക. ആ 12.5% ലാഭമാണ് 50 രൂപയാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അല്ലേ. 12.5% 50 എങ്കിൽ 100% എത്രയായിരിക്കും? 100% എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും 12.5 ഗുണം 8 100. അപ്പോൾ 50 ഗുണം 8 നമ്മുടെ ഉത്തരം. 50 ഗുണം 8 എത്രയാ? 400. 400 എന്നൊരു ഓപ്ഷൻ ഇല്ലേ? 400 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിതിൻ്റെ കസ്റ്റ് മാത്രം എടുത്തോളൂ. നമുക്ക് ഇതിനെ പറയുന്ന പോലെ നമുക്ക് പല രീതിയിൽ അനലൈസ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എക്സ് ആയിട്ടും 1.25 എക്സ് ആയിട്ടും ഒക്കെ എടുത്ത് നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പോകാതെ നമുക്കിതിൻ്റെ ക്രസ്റ്റ് മാത്രം എടുത്ത് നമുക്കിതിനെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഉത്തരങ്ങളെ നമ്മുടെ കണ്ടീഷൻസിനെ ഫിറ്റ് ഇൻ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് ഈ 400 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അത്രത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ നെറ്റ് എഴുതാൻ പോകുമ്പോൾ നമുക്ക് ആകെയുള്ള 180 മിനിറ്റ് എന്ന് പറയുന്നത് 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ഏതാണ്ട് 72 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ വലിയ ഇക്വേഷൻ എഴുതി ചെയ്യുന്നതിനേക്കാളും നമ്മൾ അതിൻ്റെ ക്രസ്റ്റ് മാത്രം അനലൈസ് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് കാരണം നമുക്കറിയാം 72 സെക്കൻഡിൽ ഈ ചോദ്യം ചെയ്ത് തീർക്കണം എന്നല്ല പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു തിയറി ക്വസ്റ്റ്യനെ നിങ്ങളൊരു 10-15 സെക്കൻഡ് എടുത്താൽ അതിൽ കിട്ടാൻ സാധ്യതയുള്ള 55 സെക്കൻഡ് കൂടി നിങ്ങൾ ഇതിലേക്ക് എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ 57 സെക്കൻഡോട് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് സ്റ്റെപ്പ് ഉത്തരത്തിൽ എത്താൻ പറ്റുന്നത് എപ്പോഴാണോ അത് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 25% അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് എടുക്കുന്നു. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുമ്പോൾ 1.25 എക്സിൻ്റെ അകത്തു നിന്ന് അല്ലേ, ആദ്യം അതിനെ 0.25% വർദ്ധിപ്പിക്കുന്നു. 1.25 എക്സിൻ്റെ അകത്തു നിന്ന് 0.125 എക്സ് കുറച്ച് അതായത് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വയ്ക്കുന്നു. ആ സെല്ലിംഗ് പ്രൈസിൻ്റെ അകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ലാഭം 50 രൂപയാണെന്ന് വയ്ക്കുന്നു. 50 രൂപയാണ്, അതായത് എക്സ് മൈനസ് ഇത്രയും വന്നു കഴിയുമ്പോൾ ഇത് മൈനസ് എക്സ് എന്ന് വന്നു കഴിയുമ്പോൾ 50 രൂപയാണെന്ന് വയ്ക്കുന്നു. പിന്നെ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനേക്കാൾ എന്തെങ്കിലും എളുപ്പമുണ്ട് നമ്മൾ ആ മോഡലിലേക്ക് ഇതിനെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യം നമ്മൾ ക്ലാസ്സുകളിൽ ഇതിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ.
ഇങ്ങനൊരു മോഡൽ ഉണ്ടാക്കാനായിട്ട് അറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഉത്തരം 400 ഉറപ്പായിട്ടും നമ്മുടെ ഉത്തരം 400 അതിനകത്ത് ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, കണക്ക് ഈ 6 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യനൊക്കെ വന്ന തവണകളുണ്ട് കേട്ടോ. മാത്തമാറ്റിക്കൽ റീസണിങ് 12 മാർക്കൊക്കെ വരും. 6 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 12 മാർക്ക് മാത്തമാറ്റിക്കൽ റീസണിങ് തന്നെയായിട്ട് പേപ്പർ 1 ഉണ്ടാവും. 12 മാർക്ക് എന്ന് പറഞ്ഞാൽ ശതമാന കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് 4%. 4%. നിങ്ങൾ ഓർക്കണം, 1%, 0.5%-ഒക്കെ നെറ്റ് കിട്ടാതെ പോകുന്നവരുണ്ട്. അത്രയും തന്നെ കുറഞ്ഞ JRF കിട്ടാതെ പോകുന്നവരുണ്ട്. അപ്പോൾ ഈ 12 മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4% എന്ന് പറയുന്നത് ചെറിയൊരു കണക്കായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഇതിലേക്ക് പോയാൽ, ഇൻ ദ ടെക്സ്റ്റ് ഓഫ് റിസർച്ച് ആർട്ടിക്കിൾ, ഇഫ് ദ റെഫറൻസ് ഇസ് സൈറ്റഡ് ബൈ റൈറ്റിംഗ് ദ ഓതർ നെയിം ഫോളോഡ് ബൈ എറ്റ് ഓൾ, വിച്ച് എമംഗ് ദ ഫോളോയിങ് കുഡ് റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ഓതേഴ്സ് ഇൻവോൾവ് ഇൻ ദ സൈറ്റഡ് സ്റ്റഡി. എറ്റ് ഓൾ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ക്രാക്ക് ചെയ്ത് വെച്ചാൽ ആൻഡ് അതേഴ്സ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് കൈ എഴുതുന്ന പോലെ എറ്റ് ഓൾ എന്ന് പറയുന്നത് ആൻഡ് അതേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഓതറേ ഉള്ളൂ എങ്കിൽ ആൻഡ് അതേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഉള്ള ഓപ്ഷൻ ഏതാ ഉള്ളത്? വെട്ടിക്കളയാം, അതിൻ്റെ ആവശ്യമില്ല. 2 ഓതറേ ഉള്ളെങ്കിലും ഈ പറയുന്നത് പോലെ ആളുടെ പേരും രണ്ടാമത്തെ ആളുടെ പേരും മാത്രം എഴുതിയാൽ മതി. അപ്പോഴും 2 ഓതറിൻ്റെ ആവശ്യവും ഇല്ല. ബി ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഉള്ളത്? ബി ഉള്ള ഓപ്ഷൻ ഒന്നുപോലും ഇല്ല. ബി ഉള്ള ഓപ്ഷൻ അത് മാത്രമേ ഉള്ളൂ, അതൊന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, ബി ഉള്ളൊരു ഓപ്ഷൻ കൊണ്ട് ഇവിടെ കേട്ടോ, വെട്ടിക്കളയാനായിട്ട് പറ്റും. ഇവിടെ ഉണ്ട്. ബി ഉള്ളതിലെല്ലാം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ഉള്ളൂ. സോറി, ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണ്. പക്ഷേ ബി ഉള്ള 2 ഓപ്ഷനും കൂടെ ഉണ്ട്. ബി ഉള്ള 2 ഓപ്ഷൻ എടുത്ത് കളഞ്ഞാൽ 3ഉം 4ഉം അല്ലേ, 2-ലധികം ആളുകളാണെങ്കിൽ ഏറ്റവും നമുക്ക് വെക്കാനായിട്ട് പറ്റും. 2 പേരുള്ളെങ്കിൽ ആ 2 പേരുടെ ഈ പറഞ്ഞ പോലെ VP ആണെങ്കിലും MLA ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് റെഫറൻസിങ് ആണെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ 2-ലധികം ആളുകളുണ്ടെങ്കിൽ, 3ഉം 4ഉം ആണ് ആളുകളുടെ എണ്ണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എറ്റ് ഓൾ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന സംവിധാനം യൂസ് ചെയ്യാനായിട്ട് പറ്റും. 1ആണെങ്കിലും 2ആണെങ്കിലും അത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒരാളുടെ കൂട്ടത്തിൽ ആൻഡ് അതേഴ്സ് ഇല്ല, സാധ്യതകളില്ല. 2 പേരുള്ളതിൽ 2 പേരുടെ പേര് വെച്ചാൽ മതി. അവിടെയും ആൻഡ് അതേഴ്സിൻ്റെ സാധ്യത ഇല്ല. 3ാമത്തെ ആൾ വരുമ്പോൾ ആൻഡ് അതേഴ്സിൻ്റെ സാധ്യതയുണ്ട്. 4ാമത്തെ ആൾ വരുമ്പോഴും അതിൻ്റെ സാധ്യത ഉണ്ട്. ഇവിടെ 3ഉം 4ഉം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 2 3 അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ആകെ ഒറ്റ ഓപ്ഷനേ ബാക്കിയുള്ളൂ. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരവ്. ക്ലാരിറ്റി ഉണ്ടെന്ന് കരുതുന്നു. അപ്പോൾ റിസർച്ച് മെത്തഡോളജിയുടെ ചാപ്റ്ററും നമ്മളിപ്പോൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം റിസർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ അല്ല റിസർച്ച് മെത്തഡോളജിയുടെ. ഓക്കെ, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളല്ല, റിസർച്ച് ഒട്ടുമല്ല. ഓക്കെ, അപ്പോൾ അതിന് മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിസർച്ച് പബ്ലിക്കേഷൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SSCI? SSCI നിങ്ങൾ കേട്ടിട്ടുള്ള സാധനമായിരിക്കും. ഒരു സൈറ്റേഷൻ ഇൻഡെക്സ് ആണ്. ഒരു സൈറ്റേഷൻ ഇൻഡെക്സ് ആണ് ഒരു ഇമ്പാക്ട് ഫാക്ടർ നിശ്ചയിക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സൈറ്റേഷൻ്റെ അളവറിയുന്നതിൽ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റേഷൻ ഇൻഡെക്സ് ആണ്. അങ്ങനെ സൈറ്റേഷൻ ഇൻഡെക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരൊറ്റ പറഞ്ഞതിൻ്റെ അകത്തുള്ളൂ സോഷ്യൽ സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കോറായിട്ടുള്ള വെബ് ഓഫ് സയൻസിൻ്റെ കോറായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആർട്ടിക്കിൾസിൻ്റെ ഈ പറഞ്ഞ പോലെ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ജേണൽസ് എല്ലാം വരുന്ന ഒരു കൈൻഡ് ഓഫ് സൈറ്റേഷൻ ഇൻഡെക്സ് ആണ് സോഷ്യൽ സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന SSCI. അപ്പോൾ അത്രയും ഫോക്കസ്ഡ് ആയി, അത്രയും കമ്മിറ്റഡ് ആയി പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി സമയം വേണ്ട നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്തേലും കൂടുതൽ ഇൻവോൾവ് ആകാൻ ശ്രമിക്കുന്നു അത്രയും കൂടുതൽ ഇമ്പാക്റ്റ് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഇനിയൊരു മറ്റൊരു റിവിഷൻ സെഷനായിട്ട് കാണുന്നത് വരെ താങ്ക് യു.